സൂറത്തുൽ ഫാത്തിഹ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അതൊന്ന് ഒന്നിച്ചൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു തവണ ഈ നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ ഇത് ഓതുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ, സൂറത്തുൽ ഫാത്തിഹയുടെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ഏകദേശം 30ഓളം ശ്രേഷ്ഠതകളുണ്ട്. ഏതൊക്കെയാണ് നമുക്കൊന്ന് കേട്ടാലോ? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയെ പറ്റി മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ഉമ്മയാണെന്നാണ്. വിശുദ്ധമായ ഖുർആനിൽ ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തു യാസീൻ. അതുപോലെ തന്നെ ഖുർആനിന്റെ മണവാളൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. വിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തിനും വ്യത്യസ്തമായ വിശേഷണങ്ങളുണ്ട്. ഓരോരോ സൂറത്തിനും ഓരോരോ വിശേഷണങ്ങളുണ്ട്. അങ്ങനെ ഖുർആനിലെ സൂറത്തുകളുടെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തപ്പോൾ, ഭൂമിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്ത സമയത്ത് പിശാച്, ശൈത്താൻ അവൻ അട്ടഹസിച്ചുകൊണ്ട് ഓടി എന്നാണ്.